നമ്മുടെ തലയ്ക്കും മുകളിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു അദൃശ്യമായ ഭീഷണിയുണ്ട്. അത് ശത്രുക്കളായ ശക്തികളല്ല, മറിച്ച് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഒരു മാലിന്യ കൂമ്പാരമാണ് ബഹിരാകാശ മാലിന്യം അഥവാ സ്പേസ് ജങ്ക്സ്. ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങളും ഉപേക്ഷിക്കപ്പെട്ട റോക്കറ്റുകളുടെ ഭാഗങ്ങൾ, കൂട്ടിയിടിച്ചു ചിതറിയ ആയിരക്കണക്കിന് കഷ്ണങ്ങളും. ഭൂമിയിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിൽ ഒരു മാലിന്യ കൂമ്പാരം ടൈം ബോംബ് പോലെ ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാലിന്യം നമ്മുടെ ബഹിരാകാശ ഭാവിക്ക് എങ്ങനെയാണ് ഭീഷണിയായി മാറുന്നത്? ബഹിരാകാശ മാലിന്യം എന്നു പറയുന്നത് ഒരു പഴയ ഉപഗ്രഹം മാത്രമല്ല. പ്രവർത്തനരഹിതമായ എല്ലാ മനുഷ്യനിർമ്മിത വസ്തുക്കളും ഇതിൽ നമുക്കുൾപ്പെടുത്താം. അതായത് 1957 സ്പുട്നിക് 1 വിക്ഷേപിച്ചതു മുതൽ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയച്ച റോക്കറ്റുകളുടെയും പേടകങ്ങളുടെയും അവശിഷ്ടങ്ങൾ. ഇവയിൽ ചെറിയ കഷ്ണങ്ങൾ, സ്ക്രൂകൾ, ഉപഗ്രഹങ്ങളുടെ ചിതറിയ ഭാഗങ്ങൾ എന്നിവയെല്ലാം ഈ മാലിന്യത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ബഹിരാകാശത്ത് 1 സെൻറ്റിമീറ്ററിലധികം വലിപ്പമുള്ള 1.3 കോടി കഷ്ണങ്ങളുണ്ട്. ഇവയെല്ലാം ഭൂമിയെ ചുറ്റുന്ന ലോ എർത്ത് ഓർബിറ്റിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ബഹിരാകാശ മാലിന്യങ്ങളുടെ ഭീഷണി അതിൻ്റെ എണ്ണം മാത്രമല്ല, അതിൻ്റെ വേഗത കൂടിയാണ്. ഈ മാലിന്യങ്ങൾ ഏകദേശം മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ വേഗതയിൽ ഒരു ചെറിയ കഷണം പോലും ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ അലുമിനിയം ഷീറ്റിൽ വലിയ ഗർത്തങ്ങൾ സൃഷ്ടിക്കുവാനായി സാധിക്കും. ഒരു വെടിയുണ്ടയേക്കാൾ 10 ഇരട്ടി വേഗതയാണിത്. അതുകൊണ്ട് ഒരു വലിയ ഉപഗ്രഹം പ്രവർത്തനരഹിതമായ ഒരു റോക്കറ്റിൻ്റെ ചെറിയ ഭാഗവുമായി കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതുമായിരിക്കും. ബഹിരാകാശ മാലിന്യം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കെസ്ലർ സിൻഡ്രോം. നാസയിലെ ശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് കെസ്ലറാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഒരു പേടകം മറ്റൊരു മാലിന്യവുമായി കൂട്ടിയിടിക്കുമ്പോൾ അത് ആയിരക്കണക്കിന് പുതിയ മാലിന്യ ശകലങ്ങളായി രൂപം കൊള്ളുന്നു. ഈ പുതിയ ശകലങ്ങൾ മറ്റ് ഉപഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുകയും അത് വീണ്ടും കൂടുതൽ ശകലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബഹിരാകാശത്ത് നിയന്ത്രണാതീതമായ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇത് സംഭവിച്ചാൽ ലോ എർത്ത് ഓർബിറ്റ് പൂർണ്ണമായും മാലിന്യങ്ങളാൽ നിറയുകയും ഭാവിയിൽ നമുക്ക് ബഹിരാകാശത്തേക്ക് ഒരു പേടകം അയക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ, കാലാവസ്ഥ ഉപഗ്രഹങ്ങൾ, ISS എന്നിവയെല്ലാം ഈ മാലിന്യ ഭീഷണി നേരിടേണ്ടതായും വരുന്നു. ഈ ഭീഷണിയെ നേരിടുവാനായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ ഇപ്പോൾ പരിഹാരങ്ങൾ തേടുകയാണ്. പഴയതും വലുതുമായ മാലിന്യ ശകലങ്ങളെ ബഹിരാകാശത്തു നിന്നും നീക്കം ചെയ്യുക, കാന്തിക ശക്തി ഉപയോഗിച്ച് വലിച്ചെടുക്കുക. ബഹിരാകാശ മാലിന്യം എന്നത് കേവലം സയൻസ് ഫിക്ഷൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭാവിക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ അദൃശ്യമായ മാലിന്യങ്ങളെ നീക്കം ചെയ്താൽ മാത്രമേ ലോകത്തിന് വിവരസാങ്കേതിക വിദ്യകളും കാലാവസ്ഥ നിരീക്ഷണവും ബഹിരാകാശ പരിവേഷണവും സുരക്ഷിതമായി നടത്തുവാൻ കഴിയൂ. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഒരു ആഗോള കൂട്ടായ പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു.